ഇത് ഈ കാട്ടിലൊക്കെ ഒരു സൈസ് കിഴങ്ങുണ്ടാവും. കാച്ചിൽ പോലെ വള്ളിയാണെങ്കിൽ അതിൻ്റെ കിഴങ്ങ് ഇങ്ങനെയാണ് ഉണ്ടാകുക. അതിൻ്റെ കളറാണ് ഇതിന് കാണുന്നത്. ഇതൊന്നും വേവിക്കാൻ അത് ഇവരൊക്കെ വേവിച്ച് ഹരിജനങ്ങളൊക്കെ കാട്ടിൽ പോയി ഒരു കിഴങ്ങ് മാന്തിക്കൊണ്ട് വരില്ലേ, വള്ളിക്കാച്ചിൽ. അത് മണ്ണിനടിയിലേക്ക് ഇങ്ങനെ നൂർന്ന് പോയിട്ടുണ്ടാവും. അങ്ങ് താഴെ ആയിരിക്കും അതിൻ്റെ ചുവടുണ്ടാകുക. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. ഇതെന്താ അതിനെയും കാച്ചിൽ വള്ളി എന്ന് പറയുന്ന കാച്ചിലിൻ്റെ വള്ളി പോലെ തന്നെയാണ്. പറിച്ചാൽ ഒരുപാട് കിണർ പോലെ കുഴിച്ചിട്ട് വേണം അതെടുക്കാൻ. വള്ളിക്കാച്ചിൽ അതിനൊരു ചെറിയ മുള്ളു പോലെയൊക്കെ ഉണ്ടാവും കാച്ചിലിൻ്റെ വള്ളിയിൽ. പക്ഷെ അതൊന്നുമില്ല. ശരിക്കും കാച്ചിലിൻ്റെ ഇല പോലെ തന്നെയും വള്ളി പോലെ തന്നെയാണ് കണ്ടത്. ഇപ്പം അത് നോക്കുമ്പോൾ ചേന പോലെ. കാച്ചിലിൻ്റെ ഒരു കൊഴുപ്പൊന്നുമില്ല. കാച്ചിലിനൊരു കൊഴുപ്പല്ലേ നമുക്ക്, അതൊന്നുമില്ല. ഇത് ചേന നമ്മളെങ്ങനെ എടുക്കണേ അതേപോലെ തന്നെയുണ്ട്. വേറെ ഒന്നും ഒരു ഇതുമില്ല. ഇത് കൊള്ളുന്ന സാധനമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. എടുക്കുന്നില്ല എന്തായാലും ഇത് തിന്നാനൊന്നും. ഇതാണ് ഇതിൻ്റെ സ്ഥിതി. അയ്യോ, ഇത് കാച്ചിലിൻ്റെ ഒരു മണവും ഒന്നുമില്ല. നമ്മൾ നല്ല നീലക്കാച്ചിൽ വെള്ളക്കാച്ചിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് വള്ളിക്കാച്ചിൽ എന്ന് പറയുന്നത് ഈ മുള്ളു പോലെ, കാച്ചിലിൻ്റെ ഇതിൽ മുള്ളു പോലെ ഉണ്ടാവും. അത് ഈ നായ്ക്കന്മാർ ഇവരൊക്കെ കാട്ടിൽ ഈ വലിയ കമ്പിയൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇതുപോലെ കുഴിച്ചിട്ട് എടുത്തുകൊണ്ട് വന്ന് വേവിക്കും. നല്ലതാണെന്ന് പറയണത്. ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ കളറ്. ഇതേപോലെ തന്നെയാണ് അതിൻ്റെ കളറും അതുമെല്ലാം. നമുക്ക് എടുക്കണ്ട. ശരിക്കും ചേന തന്നെ, ചേന പോലെ. അതാ ഒരു കാച്ചിലിൻ്റെ ഒരു ഞോളയോ ഒന്നുമില്ല. കാച്ചിലിനൊരു കൊഴുപ്പല്ലേ ഉണ്ടാകുക, അതൊന്നുമില്ല കേട്ടോ. വെറും ചേനേൻ്റെ ഇതുപോലെ തന്നെ. പക്ഷേ ആ മറ്റേ സാധനം തന്നെയാണ്. ഫോറസ്റ്റിലൊക്കെ ഉണ്ടാവില്ലേ, ഇതിങ്ങനത്തെ വള്ളിയിൽ ഇങ്ങനെ കയറി കിടക്കും. എന്നിട്ട് നായ്ക്കന്മാരൊക്കെ പോയി കമ്പി കൊണ്ട് കുത്തിയെടുത്ത് കൊണ്ടുവരുന്ന സാധനമാണ് എന്തായാലും. അപ്പോൾ നമുക്കത് ഇവിടെ ഉപേക്ഷിക്കാം. ഒരു കഷ്ണം നമുക്ക് അമ്മേനെയൊക്കെ കൊണ്ട് കാണിക്കാം എങ്ങനെയുണ്ട് എന്ന്. ഇതെന്താ ശരിക്കും കാച്ചിലല്ല. അപ്പോൾ നമ്മളത് പറിച്ചെടുത്തു. ഇങ്ങനെയാണ് ഇത്. ചെത്തുമ്പോൾ ഇതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആ കാച്ചിൽ പറിച്ച് കഴുകി ചെത്തി അടുപ്പത്ത് വെച്ചു. അതാ ഉപ്പിട്ടു. അപ്പോൾ നമ്മുടെ കാച്ചിൽ അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. കാച്ചിൽ പോലെ അല്ല കേട്ടോ, ചേന പോലെയാണ് കാണുന്നത്. കാച്ചിൽ നിട്ടു, ചേന പറിച്ചു, പുഴുങ്ങി. അതാണിപ്പോൾ സംഭവം ഉണ്ടാകുന്നത്. പക്ഷെ ശരിക്കും നട്ടത് കാച്ചിൽ തന്നെയാണ്. കാച്ചിൽ പോലെ കാച്ചിൽ ചേന പോലെ ആയിപ്പോയി. കളറും അതിനൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവില്ല, അതൊന്നുമില്ല. ആ വെള്ളമൊക്കെ നമ്മൾ കഴുകി നമ്മൾ കയ്യിൽ നിന്ന് അതിൻ്റെ ഇതൊക്കെ പോകണമെങ്കിൽ ഭയങ്കര പാടല്ലേ. അതൊന്നും ഇപ്പം ഇല്ല അതിന്. ചിലപ്പോൾ അത് ചൂട് കൊണ്ടായിരിക്കും.
നല്ല കാന്താരി, ഉള്ളി, ഉപ്പും വെളിച്ചെണ്ണയും.